നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് മാജിക് ഓഫ് 2D അനിമേഷൻ എന്താണെന്നാണ്. അപ്പോൾ കാർട്ടൂൺ അനിമേഷനും അതുപോലെ തന്നെ ട്രാൻസിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അനിമേഷൻ പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഓഫ് അനിമേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ വരച്ച് തന്നെ തുടങ്ങണം എന്നർത്ഥം. അപ്പോൾ ആ ഒരു പല രീതിയിലുള്ള 2D ഡ്രോയിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 3D അനിമേഷൻ നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് സ്റ്റോറി ബോർഡിനെ പറയാം. സ്റ്റോറി ബോർഡ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു. ആ ഒരു വരയെ നമ്മൾ 3Dയിൽ കൊണ്ടുവന്നിട്ട് പോസസ്സായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ട്രഡീഷണൽ അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കൈകൊണ്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ട്രഡീഷണൽ അനിമേഷൻ എന്ന് പറയുന്നത്. കൈകൊണ്ട് നമ്മൾ നോർമലി വരയ്ക്കത്തില്ല, അതിനാണ് നമ്മൾ ട്രഡീഷണൽ അനിമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് ഭയങ്കരമായിട്ട് വരയ്ക്കാനൊന്നും അറിയണ്ട, എന്നാലും അത്യാവശ്യം നമുക്ക് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് വളരെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. അതാണ് ബേസിക്കലി ട്രഡീഷണൽ 2Dയെ കുറിച്ച് പറയാനുള്ളത്. എവല്യൂഷൻ ഓഫ് 2D അനിമേഷൻ നമുക്ക് പറയുന്നത് ആക്ച്വലി ഈ ഒരു വരയിൽ നിന്നുമാണ് നമുക്ക് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഡിജിറ്റൽ അനിമേഷനാണ്. ഡിജിറ്റൽ അനിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് സോഫ്റ്റ്വെയർ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലാഷ്, അങ്ങനെയുള്ള ഡിജിറ്റലായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ 2D എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹാൻഡ് കൊണ്ട് വരച്ചു, പിന്നെ എന്ത് ചെയ്തു, അതിന് നമ്മൾ ഒരു ബേസിക്കലി ഒരു 2D നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വരയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് അതിനെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരും. അത് ഓരോ പ്രൊജക്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ആ പ്രൊജക്റ്റിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യും. പക്ഷേ നമ്മൾ 3D അനിമേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റോറി ബോർഡ് നമുക്ക് ഡിജിറ്റൽ ഫോർമാറ്റിൽ വരച്ചാൽ മതി. അതിന് ടൂൺ ബൂം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്ലാഷ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതെല്ലാം വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് 3Dയിൽ കൊണ്ടുവന്നിട്ട് അതിനെ മോഡൽ ചെയ്യുകയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ബേസിക്കലി നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു 2D വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കുറേ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലേ നമുക്ക് 3D ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.